ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലി റെഡിയാക്കാൻ പോവുകയാണ്. ഞാനിവിടെ 2 വലിയ ഗ്ലാസ് പച്ചരി, 1 ഗ്ലാസ് ഉഴുന്നുമാണ് എടുത്തിരിക്കുന്നത്. ഇതേ ഗ്ലാസ്സിന് തന്നെയാണ് ഉഴുന്നെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ട് നമ്മൾ കുതിരാൻ വേണ്ടിയിട്ട് രാവിലെ എടുത്തതാണ്. വൈകിട്ട് വരെ ഫുൾ ഡേ നമ്മളിത് കുതിരാൻ വേണ്ടി ഇടുന്നുണ്ട്. പിന്നെ നമ്മളിത് വൈകിട്ടായപ്പോഴത്തേക്ക് ഇതൊന്ന് നല്ലപോലെ വാഷ് ചെയ്ത് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അടിക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഴിക്കാൻ വെച്ചിരിക്കുന്ന ചോറും കൂടെ 1 പിടിയോ 2 പിടിയോ നമ്മൾ അതും കൂടി ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അടിച്ചതിന് ശേഷം തരിയൊന്നും കാണാൻ പാടില്ല. പിന്നെ നമ്മുടെ ജാറിൻ്റെ അകത്ത് ഇരിക്കുന്ന ആ മാവെല്ലാം കൂടി നമ്മളൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് വീണ്ടും നമ്മൾ അടിച്ചെടുത്ത് ആ വെള്ളം കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് ഇവിടെ നൈറ്റ് ഫുള്ള് നമ്മൾ വെക്കുന്നുണ്ട്. പിന്നെ രാവിലെ ആയപ്പോഴത്തേക്ക് നല്ല ഫ്ലഫി ആയിട്ടിരിക്കുന്ന ഗൈസ്. അപ്പോൾ അത് നമ്മളൊരു തവിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറേ അധികം എന്ന് വെച്ചാൽ ഫുള്ള് മാവ് ഞാൻ അതിലോട്ട് ഒഴിച്ച് വെക്കുന്നുണ്ട്. അത് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച 1 വീക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള ബാറ്ററിൻ്റെ അകത്ത് നമ്മളിവിടെ ആവശ്യത്തിനുള്ള സോഡാപ്പൊടി 1/4 സ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബാറ്റർ മിക്സ് ചെയ്ത് അതിനുശേഷം ഞാൻ ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതിൻ്റെ അകത്ത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് 1 പച്ചമുളകും ചെറിയ ചെറിയ പീസായിട്ട് ഞാനൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ അരിഞ്ഞ് എടുത്ത് ഞാൻ അതിനുശേഷം ഞാൻ ആ ബാറ്റർ ഒന്ന് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് നമ്മളിവിടെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഫ്ലെയിം ഓണാക്കി കുറച്ച് വെള്ളം നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഹീറ്റ് ആകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെക്കുന്ന ആ അച്ചൊന്ന് എടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നമ്മളൊന്ന് കൈ കൊണ്ടാണ് ഞാനൊന്ന് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇഡ്ഡലി പാത്രത്തിലോട്ട് ഇത് അച്ചെടുത്ത് വെച്ചിട്ട് നമ്മളുടെ ബാറ്റർ ആ ഓരോ കുഴിയിലും നമ്മൾ കുറേശ്ശെ ബാറ്ററൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് ചെയ്യാനാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും ഇഡ്ഡലിക്ക്. അങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഹോളിലേക്കൊക്കെ ഇഡ്ഡലിയുടെ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ തട്ടിലും കൂടെ അതേപോലെ നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് അപ്പോൾ ഞാനിവിടെ ക്ലോസ് ചെയ്തൊന്ന് വേകാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഞാനിവിടെ എല്ലാം കൂടെ പുറത്തെടുത്ത് ഒന്ന് വെക്കുന്നുണ്ട് തണുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് തണുക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ട് വെള്ളം ഒന്ന് കയ്യിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കുടഞ്ഞാലും മതിയാവും. പിന്നെ നമ്മുടെ സ്പൂൺ വെച്ചിട്ട് നമ്മളിവിടെ ഇഡ്ഡലി ഓരോന്നായിട്ട് പെയ്യെ എടുത്താൽ മതി. അപ്പം നമ്മുടെ ഇഡ്ഡലി ഇവിടെ ബാക്കിയുള്ള ഇഡ്ഡലിയും കൂടെ ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇഡ്ഡലി ഇവിടെ പെർഫെക്റ്റായിട്ട് റെഡിയായിട്ട് ഒന്നും പൊട്ടിയിട്ടില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൈകൊണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ടാണ് നമ്മുടെ ഇഡ്ഡലി ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇഡ്ഡലിയുടെ കൂടെ ഇവിടെ നേരത്തെ തന്നെ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാമ്പാർ ഇഡ്ഡലിയും കൂടെ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. കമൻറ്റ് നിങ്ങളെപ്പോൾ ഇവിടെ കമൻറ്റ് ചെയ്യില്ല എനിക്കറിയാൻ പറ്റില്ല. ഓക്കെ, ബൈ.